പക്ഷേ എൻ്റെ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. പക്ഷേ അവർക്ക് പറ്റൂല. കാരണം എന്നെ കണ്ടപ്പോൾ പിന്നെ ഭംഗിയില്ല എന്നുള്ള ഒരു രീതിയിൽ, അതുകൊണ്ടായിരിക്കാം. എത്ര നാൾ ആരൊക്കെ മൂടി വെച്ചാലും ഒരിക്കൽ സത്യം സ്വർണം പോലെ തിളങ്ങും. അതിന്റെ നേർസാക്ഷ്യമാണ് ദളിത് യുവതി ബിന്ദുവിനെ പ്രതിയാക്കിയ പോലീസിന്റെ കള്ളനാടകം പൊളിച്ചു പുറത്തു വന്ന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. സ്വർണം കാണാതായത് ബിന്ദു എടുത്തതല്ലെന്നും അത് പരാതിക്കാരി ഓമന ഡാനിയലിന്റെ മറവിയിൽ സംഭവിച്ചതാണെന്നും മാത്രമല്ല മാല വീടിന് പിന്നിലെ ചവറുകൂനയിൽ നിന്നും കണ്ടെത്തിയെന്ന പേരൂർക്കട പോലീസിന്റെ വാദവും കെട്ടുകഥയാണെന്നും ക്രൈംബ്രാഞ്ചിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനമെമ്പാടും പോലീസ് നടത്തുന്ന നരനായാട്ടിന്റെ ദൃശ്യങ്ങൾ, കേസുകളൊക്കെ ചർച്ചയാകുമ്പോൾ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുകയാണ് മാലമോഷണ കേസിലെ സത്യാവസ്ഥ. അന്ന് സംഭവിച്ചതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് കാലു പിടിച്ചു പറഞ്ഞതാണ്. എന്നിട്ടും മാല കൊടുക്കണമെന്ന് പോലീസ് പറഞ്ഞു. പ്രസന്നൻ എന്ന പോലീസുകാരനാണ് കൂടുതൽ ദ്രോഹിച്ചത്. സത്യം പുറത്തു വരുമ്പോഴും നീതി അരികിലെങ്കിലും ആ നശിച്ച ദിവസത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാതെ ബിന്ദുവിന് ഇപ്പോഴും സംസാരിക്കാനാകുന്നില്ല. പേരൂർക്കടയിലെ വീട്ടിൽ നിന്ന് മാലമോഷണം പോയിട്ടില്ലെന്നും വീട്ടുജോലിക്കാരിയായ ബിന്ദുവിനെ കുടുക്കാൻ പോലീസ് കഥ ഉണ്ടാക്കിയതാണെന്നുമാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. മറവി പ്രശ്നമുള്ള വീട്ടുടമസ്ഥ ഓമന ഡാനിയൽ മാല സ്വന്തം വീട്ടിലെ സോഫയ്ക്ക് താഴെ വെച്ച് മറക്കുകയായിരുന്നു. അന്ന് പള്ളിയിൽ നിന്നും വന്ന അവർ സ്വർണം വെച്ചത് സോഫയ്ക്കടിയിലായിരുന്നു. സാധാരണ നിലയിൽ കട്ടിലിലെ മെത്തയ്ക്കടിയിലാണ് വെക്കാറുള്ളത്. സ്വർണം വെച്ച സ്ഥലം അവർ മറന്നു. പിന്നീട് മാല നോക്കിയപ്പോൾ ഒരിടത്തും കണ്ടില്ല. വെച്ച സ്ഥലം അവർ മറന്നുപോയതായിരുന്നു അതിന് കാരണം. സ്വർണം കാണാതായപ്പോൾ അങ്കലാപ്പിലായി. അതിനുശേഷം മകളെ വിളിച്ചു. മാല കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ പോലീസിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ പോലീസ് എത്തി. ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും വിളിച്ചതോടെ പോലീസ് പെട്ടെന്ന് നടപടികളിലേക്ക് കടന്നു. എല്ലാവരും ചേർന്ന് ബിന്ദുവിനെ കുറ്റവാളിയാക്കി, കള്ളിയാക്കി അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചു. വീട്ടിൽ പോലും കാര്യം അറിയിച്ചില്ല. മാല പിന്നീട് ഓമന ഡാനിയൽ തന്നെ കണ്ടെത്തി. ഇക്കാര്യം പോലീസിനെയും അറിയിച്ചിരുന്നു. മാല വീടിന് പിന്നിലെ ചവറുകൂനയിൽ നിന്നും കണ്ടെത്തിയെന്ന പേരൂർക്കട പോലീസിന്റെ വാദവും തെറ്റാണ്. ബിന്ദുവിനെ അന്യായമായി കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് ഈ വാദം പോലീസ് നിരത്തിയത്. പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഒരു പരിധിവരെയും ഇത്തരം കേസുകളിലൊക്കെ പരാതി കൊടുക്കുന്നത് സ്വാഭാവികമാണെന്ന് പറയാം. പക്ഷേ പിന്നീട് നഷ്ടപ്പെട്ട ആ സ്വർണ്ണമാല കിട്ടിയിട്ടും വ്യാജമായി ആ പാവം സ്ത്രീയെ കുറ്റക്കാരിയാക്കാൻ പോലീസ് ശ്രമിച്ചു. ഇത് ഗുരുതര ക്രിമിനൽ കുറ്റമാണ്. പൊറുക്കാൻ കഴിയാത്ത കൃത്യവിലോപമാണ്. വീട്ടുജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശിനി R ബിന്ദുവിനെതിരെ മോഷണം ആരോപിച്ച് വീട്ടുടമ അമ്പലമുക്ക് സ്വദേശി ഓമന ഡാനിയലാണ് പരാതി നൽകിയത്. മാല നഷ്ടപ്പെട്ടത് 2025 ഏപ്രിൽ 18-നാണെങ്കിലും പരാതി നൽകിയത് 23-നായിരുന്നു. വീട്ടിൽ അറിയിക്കാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ബിന്ദുവിനെ ക്രൂരമായി ചോദ്യം ചെയ്യുകയും പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ അനധികൃതമായി അന്യായമായി കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മാല കിട്ടിയതായി ഓമന ഡാനിയൽ പോലീസിനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബിന്ദുവിനെ പോലീസ് വിട്ടയച്ചു. സ്വർണ്ണമാല പക്ഷേ എങ്ങനെ ചവർകൂനയിലെത്തിയെന്ന ചോദ്യത്തിനാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൂടെ ഉത്തരമായത്. ഓമനയ്ക്ക് മറവി സംബന്ധമായ പ്രശ്നമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സാധാരണ കിടക്കയ്ക്കടിയിലാണ് ഓമന മാല വെക്കുന്നത്. സംഭവം നടന്ന ദിവസം സോഫയുടെ അടിയിലാണ് വെച്ചത്. മാല കാണാത്തതിനെ തുടർന്ന് ഓമന പോലീസിനെ വിവരം അറിയിച്ചു. പിന്നീട് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ സോഫയ്ക്കടിയിൽ നിന്ന് മാല കണ്ടെത്തി. എന്നാൽ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്തത് ന്യായീകരിക്കാൻ പോലീസ് ചവറുകൂനയിൽ സ്വർണം കണ്ടെത്തിയെന്ന് കള്ളക്കഥ ചമയ്ക്കുകയായിരുന്നു. മാല എടുത്തിട്ടില്ലെന്ന് കാലുപിടിച്ചു പറഞ്ഞിട്ടും മാല എടുത്തെന്ന് പറയാൻ പോലീസ് നിർബന്ധിച്ചതായി ബിന്ദു പറഞ്ഞു. സമൂഹത്തിന് മുന്നിൽ തന്നെ കള്ളിയാക്കാൻ പോലീസ് നടത്തിയ നാടകവും അമ്മ പോലീസ് സ്റ്റേഷനിലായപ്പോൾ തൻ്റെ മകൾ അനുഭവിച്ച തീരാ ദുഃഖവുമെല്ലാം ബിന്ദുവിന് മാനസികമായി ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പോലീസിൽ നിന്ന് ബിന്ദുവിനുണ്ടായത് ജീവിതത്തിൽ മറക്കാനാകാത്ത ക്രൂരമായ അനുഭവമാണ്. പരാതിക്കാരുടെ വാക്ക് മാത്രം വിശ്വസിച്ച പോലീസ് അവരുടെ വീട് പരിശോധിക്കാൻ പോലും കൂട്ടാക്കിയില്ല. സ്ത്രീകളെ രാത്രിയിൽ കസ്റ്റഡിയിൽ വെക്കരുതെന്ന ചട്ടം നിലവിലുണ്ടെങ്കിലും അത് ലംഘിച്ച് പോലീസ് ബിന്ദുവിന് ഭക്ഷണം പോലും കൊടുക്കാതെ സ്റ്റേഷനിലെത്തിച്ചു. നിരപരാധിത്വം ആവർത്തിച്ചിട്ടും ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് ബിന്ദു കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടത്. ശുചിമുറിയിലെ ബക്കറ്റിൽ നിന്ന് എടുത്തു കുടിക്കാനാണ് പ്രസന്നൻ എന്ന പോലീസുകാരൻ പറഞ്ഞത്. 23-ന് രാത്രി 9-ന് കൃത്യമായ മൊഴിയോ വിവരമോ കിട്ടാതെ തന്നെ ബിന്ദുവിന്റെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി.
വീട്ടുജോലിക്ക് പോയ അമ്മ മടങ്ങി വരാൻ വൈകുന്നതിൽ ആകുലപ്പെട്ടിരുന്ന 2 പെൺമക്കളുള്ള വീട്ടിലേക്കാണ് ഒരു മോഷ്ടാവിനെ പോലെ ബിന്ദുവിനെയും കൊണ്ട് പോലീസ് എത്തിയത്. മാല കിട്ടാതെ വന്നതോടെ തിരിച്ച് വീണ്ടും സ്റ്റേഷനിലെത്തിച്ച് രാത്രി മുഴുവൻ ചോദ്യം ചെയ്തു. വനിതകളെ സ്റ്റേഷനിലെത്തിക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളും ലംഘിച്ചാണ് പോലീസ് ബിന്ദുവിനെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചത്. വീട്ടിലേക്ക് വിളിച്ചറിയിക്കണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടെങ്കിലും അതിനും പോലീസ് അനുവദിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യമാണ് SIയും ചില പോലീസുകാരും വിളിച്ചതെന്നും അത് കേട്ട് പേടിച്ചു പോയെന്നും ബിന്ദു പറയുന്നു. ചോദ്യം ചെയ്ത 20 മണിക്കൂർ എന്തെങ്കിലും ആഹാരം നൽകുകയോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കൊടുക്കുകയോ ചെയ്തില്ല. ഒടുവിൽ പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെത്തിയെന്നറിഞ്ഞിട്ട് പോലും ബിന്ദുവിനോട് മര്യാദയ്ക്ക് പെരുമാറാൻ പോലീസ് തയ്യാറായില്ല. മാല തിരിച്ചു കിട്ടിയിട്ടും FIRൽ നിന്ന് തൻ്റെ പേരൊഴിവാക്കാൻ പോലീസ് തയ്യാറാകാതെ വന്നതോടെയാണ് ബിന്ദുവിന് മുഖ്യമന്ത്രിയുടെയും DGPയുടെയും ഓഫീസിലേക്ക് പരാതിയുമായി പോകേണ്ടി വന്നത്. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെയും SC/ST കമ്മീഷനെയും സമീപിക്കുകയായിരുന്നു. തന്നെ മോഷ്ടാവായി ചിത്രീകരിച്ച് കസ്റ്റഡിയിലെടുത്ത പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പരാതിയുമായാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. എന്നാൽ പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ മറുപടിയെന്ന് യുവതി പറഞ്ഞു. അഭിഭാഷകനോടൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ബിന്ദു എത്തിയത്. ഇതോടെയാണ് സംഭവം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് അത് വിവാദമായി. പിന്നീട് പീഡിപ്പിച്ച SIയെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ തലയൂരുകയും ചെയ്തു. എന്തായാലും പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSP വിദ്യാധരന്റെ അന്വേഷണം പേരൂർക്കട പോലീസിന്റെ എല്ലാ കള്ളക്കളികളും പൊളിച്ചു സത്യം പുറത്തു കൊണ്ടുവന്നു. 400 പേജുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് നടത്തിയ നാടകീയ നീക്കങ്ങളെല്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. പോലീസ് തിരക്കഥകളിൽ പ്രതിയാക്കപ്പെടുന്ന ആയിരക്കണക്കിന് നിരപരാധികളിൽ ഒരാൾ മാത്രമാണ് ബിന്ദു. ഇവിടെ സത്യം തെളിയിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ 3ാം മുറ പ്രയോഗിക്കുന്ന പോലീസുകാരെല്ലാം സമൂഹത്തിന് മുന്നിൽ തൊലിയുരിഞ്ഞു നിൽക്കുന്നു. സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥരും മോശക്കാരാണെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്ക് കളങ്കമാകുന്ന ക്രിമിനൽ ഉദ്യോഗസ്ഥർക്ക് തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ പോലീസ് സംവിധാനത്തോട് തന്നെ പൊതുജനം അകലം പാലിക്കുന്ന കാലം വിദൂരമാകില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.